സ്വയം അവബോധമുള്ളവരാകുക എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ് എന്ന് വ്യക്തതയോടുകൂടെ ജീവിക്കുന്നവൻ ആണ് ആദ്യത്തെ ഒരു മാർഗമായി എബ്രാസ്യമ്മയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ ലഭിക്കുക. 2, കഠിന തപശ്ചര്യ. അതിൽ പ്രത്യേകമായി ചെറിയതും വലിയതുമായ സഹനങ്ങളോടുള്ള താല്പര്യം. അതാണ് രണ്ടാമത്തെ പ്രത്യേകതയായി എബ്രാസ്യമ്മയുടെ ജീവചരിത്രത്തിലൂടെ നമുക്ക് വിശുദ്ധരാകാനുള്ള മാർഗത്തിലേക്ക് ഈ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ അനുഭവപ്പെടുക. 3, കൗദാശിക ജീവിതത്തോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന, കുംഭസാരം തുടങ്ങിയിട്ടുള്ള കൗദാശിക ജീവിതത്തിലൂടെയുള്ള യാത്ര, അതിനോടുള്ള താല്പര്യം.